also going to increase their pension to 3,000 rupees. അത് മാത്രമല്ല അവരുടെ പെൻഷൻ ഞങ്ങൾ 3000 രൂപയായി ഉയർത്താൻ പോവുകയാണ്. Finally, at some point or the other, everybody has someone in their family who falls sick. ഞാൻ അവസാനത്തെ കാര്യത്തെ കുറിച്ച് പറയട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അസുഖമുള്ള മനുഷ്യനാണ്. Your healthcare system has been collapsed by the left. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും തകർത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. Privatization of hospitals, rising expenses in hospitalization hurts everybody. ഇവിടുത്തെ ആശുപത്രികളുടെ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ ആശുപത്രികളുടെ വിലയേറിയ വർദ്ധിച്ച ചെലവ്, ഇത് എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. That is why we are inaugurating a completely new healthcare scheme named after our chief minister. അതുകൊണ്ടാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. It doesn't matter what disease a person has, whether it is cancer, whether it is heart disease, diabetes, whether the person needs a surgery. The next government, the UDF government of Kerala, is committed to giving 25 lakh rupees to every single family for healthcare. ഒരു വ്യക്തിക്ക് ഏത് അസുഖമാവട്ടെ, ക്യാൻസർ ആവട്ടെ, പ്രമേഹമാവട്ടെ, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗമാവട്ടെ, അതുപോലെ ഏതെങ്കിലും ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം വരട്ടെ, അടുത്ത് വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ. There are many people listening right now who have relatives, friends, or maybe themselves are sick. ഇവിടെ തന്നെ ഒരുപാട് പേരുണ്ടായിരിക്കും. ഒരുപക്ഷെ അവരുടെ ബന്ധുക്കളോ അതുപോലെ സുഹൃത്തുക്കളോ അതുപോലെ അവരവർ തന്നെ രോഗബാധിതരായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. Who are wondering where they will get the money to treat their father, their mother, their sister, maybe themselves. സ്വന്തം അച്ഛനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ ഇനി തന്നെത്താൻ ചികിത്സിക്കാൻ വേണ്ട പൈസ എവിടുന്ന് കിട്ടും എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. Heart surgery, cancer, these are very expensive diseases. ഹൃദയ ശസ്ത്രക്രിയ അതുപോലെ ക്യാൻസർ രോഗ ചികിത്സ ഇതൊക്കെ വളരെ ചെലവേറിയതാണ് ഇന്നത്തെ കാലത്ത്. They destroy the finances of entire families. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. So I want to tell all of you, the moment our government is sworn in, this will not be a problem for you. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന ആ നിമിഷം മുതൽ ഇത് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാതായി തീരും. Every single family will have 25 lakh rupees insurance cover in case somebody falls sick or in case they themselves fall sick. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെത്താൻ രോഗബാധിതനായ അവസ്ഥയാണെങ്കിൽ അവർക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഞങ്ങൾ